എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹോം ടിപ്സ് ആൻഡ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് തനി നാടൻ രീതിയിലുള്ള ഒരു ഐറ്റം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കപ്പ ഏറ്റവും സമയം കുറച്ചും എളുപ്പത്തിലും ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് ഇത്. ഇതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് വെള്ളം തിളയ്ക്കുന്നതിന് വേണ്ടി അടുപ്പത്ത് വയ്ക്കാം. എടുത്തിരിക്കുന്ന കപ്പയുടെ ഒരു 5 ഇരട്ടിയെങ്കിലും വെള്ളം എടുക്കണം. കുറച്ച് വെള്ളം കൂടിയാലും കുഴപ്പമില്ല. കപ്പ ഈ ഒരു ഷേപ്പിൽ മുറിച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ച് വരുമ്പോഴേക്ക് നമുക്ക് കപ്പ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെന്തതിന് ശേഷം ഉപ്പ് ചേർത്താലും മതി. ഇതിനി അടച്ചു വെച്ച് വേവിക്കാം. കപ്പയുടെ വേവ് അനുസരിച്ച് വേണം ഇത് അടുപ്പത്ത് വയ്ക്കാൻ. ഇത് പെട്ടെന്ന് വേവുന്ന കപ്പയായതുകൊണ്ട് ഒരു വിസിൽ വരുമ്പോൾ തന്നെ നമുക്ക് ഓഫാക്കാം. കപ്പ പെട്ടെന്ന് വേവുന്നതുകൊണ്ട് ഇതിലെ ആവിയൊന്ന് തുറന്നു വിടുന്നുണ്ട്. കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനി വെള്ളത്തിൽ നിന്ന് കോരി മാറ്റാം. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ആദ്യം ഉപ്പ് ചേർത്തിട്ടില്ലെങ്കിൽ ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അടുത്തത് കപ്പയ്ക്ക് വേണ്ടിയുള്ള മുളക് ചമ്മന്തി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഇവിടെ 6 പച്ചമുളകും 1 സവോളയും എടുത്തിട്ടുണ്ട്. എരിവ് വേണ്ടവർക്ക് കൂടുതൽ പച്ചമുളക് എടുക്കാം. ചെറിയുള്ളി ചേർക്കുന്നതാണ് സവോളയേക്കാൾ കൂടുതൽ നല്ലത്. ആവശ്യത്തിനുള്ള ഉപ്പും വെളിച്ചെണ്ണയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവോളയും ഉപ്പും പച്ചമുളകും കൂടെ മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കാം. മുളക് ചമ്മന്തി ഈ ഒരു രീതിയിൽ വേണം അരച്ചെടുക്കാൻ. എടുത്തു വച്ചിരിക്കുന്ന വെളിച്ചെണ്ണയിലേക്ക് ഈ കൂട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂട്ടത്തിൽ റൈറ്റ് സൈഡിൽ വരുന്ന ബെല്ലൈക്കണും ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ. എങ്കിൽ മാത്രമേ ഞാൻ ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ.